8-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. മതി. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം. വായിക്കപ്പെട്ട വചനം ഇങ്ങനെയാണ്. ഇത് യേശു പറയുകയാണ്. യേശുവിനോട് ചോദിക്കുകയാണ് അവർ അവനോട് നീ ആറാകുന്നു എന്ന് ചോദിച്ചതിന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ ഏറ്റവും അധികം ചോദിക്കപ്പെടുന്ന, ഒരുപക്ഷെ 2000 ആണ്ട് പിന്നിടുന്ന ഒരു ചോദ്യമാണ് യേശുവിനോട് യേശു ആരാകുന്നു എന്നുള്ള ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഇത് കേവലം ക്രിസ്തീയ സമുദായങ്ങൾക്കല്ല, ക്രിസ്തീയ മത സംവിധാനത്തിന് അപ്പുറവും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭൂരിഭാഗം വരുന്ന ക്രിസ്തീയ സമൂഹങ്ങൾക്കും യേശുക്രിസ്തു ആരാകുന്നു എന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം യേശു പിതാവിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ യേശുവിന് ചുറ്റും കൂടിയ പരീശന്മാരോട് യേശു താൻ ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ യേശു അതിന് ആമുഖമായിട്ട് പിതാവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ അവരുടെ ചോദ്യമാണ്, ആരാണ് നിന്റെ പിതാവ്? നീ ആരാണ്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഇന്നും വളരെ പ്രസക്തമായി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ചോദ്യത്തിന് മനുഷ്യൻ കണ്ടെത്തിയ ഉത്തരങ്ങളുമുണ്ട്. ചില ആളുകൾ അവനെ പ്രവാചകനെന്നും, ചില ആളുകൾ അവനെ ഒരു മതപരിഷ്കർത്താവെന്നും, ചിലയാൾ ഒരു നല്ല ഫിലോസഫർ എന്നും, ചിലയാൾ ഒരു നീതിമാനായ മനുഷ്യനെന്നും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അനേകം ആളുകളും അവനെ തൃത്വത്തിൽ രണ്ടാമനായ ദൈവം എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ നാം വായിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനായ ദൈവമാണെന്നോ പുത്രനായ ദൈവമാണെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ നാം വായിക്കുന്ന ദൈവം ഏകനാണ്. ഹല്ലേലൂയ. ഏകൻ മാത്രമേ ഉള്ളൂ, ഒരുവനേ ഉള്ളൂ, ഏകനേ ഉള്ളൂ എന്നാണ് യേശുവും പറഞ്ഞത്. അപ്പൊ ദൈവം ഏകനാണ്, അവനോട് കൂടെ ആരുമില്ല. ദൈവത്തിന് മുമ്പിലും പിൻപിലും ഒരു ദൈവവും ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ യേശു ആരാണ് എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഏകദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു ആരാണെന്ന് അറിയാൻ വളരെയധികം ദൈവകൃപ ലഭിച്ച ഒരു സമൂഹമാണ് ഏകദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നാം. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും വകയുണ്ട്. കാരണം നമുക്കത് വെളിപ്പെടുത്തി തന്നത് മാംസവും രക്തവുമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഹ്യൂമൻ ഇന്റലിജൻസ് അല്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പുസ്തകങ്ങളല്ല നമുക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. നമുക്ക് യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ള വെളിപ്പാട് നമുക്ക് നൽകും. ഈ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതിന്റെ കുറച്ചൊരു വാക്യം പിന്നിലേക്ക് പോകുമ്പോൾ 21-ാമത്തെ അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞത് കൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നമ്മൾ വായിച്ച കുറിവാക്യമായ 25-ന്റെ തലേ വാക്യത്തിൽ യേശു പറയാണ്, മലയാളം ബൈബിളിൽ വളരെ വളരെ ഗൗരവമേറിയ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തിൽ മൂലഭാഷയിലോ ഗ്രീക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലോ എവിടെയും അങ്ങനെയുള്ളവൻ എന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ്? ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻസ്. അതിന്റെ അർത്ഥം എന്താണ്?
പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. പിതാവാണ് അവിടെ ടോപ്പിക്, സംസാര വിഷയം പിതാവാണ്. അപ്പൊ 19 മുതലുള്ള വാക്യം പഠിക്കുമ്പോൾ പിതാവിനെ കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. അപ്പോൾ നിന്റെ പിതാവ് ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ യേശു പറയാണ്, ഇഫ് യു ഡു നോട്ട് ബിലീവ് മീ ദാറ്റ് ഐ ആം ഹീ എന്ന് പറയുമ്പോൾ മുമ്പ് സംസാരിച്ച വിഷയത്തിൽ പറയപ്പെടുന്ന ആ വ്യക്തി ആരാണോ, ആ വ്യക്തി ആരാണ്, ആ വ്യക്തിയാണ് ഞാൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മരിക്കും. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവാണ് പിതാവ്, യേശുക്രിസ്തുവാണ് ദൈവം എന്ന് നാം വിശ്വസിക്കുന്നില്ലെങ്കിൽ നാം നമ്മുടെ പാപങ്ങളിൽ മരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പ്രവചനം യെശയ്യാവിന്റെ അടുക്കൽ വരുമ്പോൾ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുന്നതിന് മുമ്പ് 700 സംവത്സരങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ പ്രവചനം, ദൈവത്തിന്റെ വചനം യെശയ്യാവിന്റെ അടുക്കൽ വരികയാണ് ഇപ്രകാരം: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഏതാണ്ട് 700 ചില്ലുവാനും വർഷങ്ങൾക്ക് ശേഷം നിത്യപിതാവ് ആയിരിക്കും ഈ ജനിക്കുന്ന ശിശു, നൽകപ്പെടുന്ന ശിശു, അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവായി ഇസ്രായേലിനെ വീണ്ടും ദാവീദിന്റെ സിംഹാസനത്തിൽ ഭരിക്കാൻ പോകുന്ന ഈ ശിശു, അവൻ വീരനായ ദൈവമാണ്, അവൻ എവർലാസ്റ്റിംഗ് ഫാദറാണ്, നിത്യം പിതാവാണ്. ഹല്ലേലൂയ. ആ നിത്യപിതാവാണ് എന്ന് പ്രവചിക്കപ്പെട്ടവൻ ജനിച്ചൊരു 30 വർഷങ്ങൾക്ക് ശേഷം തന്റെ പരസ്യ ശുശ്രൂഷ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട്, താൻ എന്തിനായി ലോകത്തിലേക്ക് വന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അവരിടറി. ഹല്ലേലൂയ. അപ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ട്, അവരൊരു മെസ്സിഹയെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്നും ആ പ്രശ്നം അവരുടെ മുമ്പിലുണ്ട്. അവരൊരു മെസ്സിഹയെ കാത്തിരിക്കുന്നു. അവർ കാത്തിരിക്കുന്ന മെസ്സിഹ തൃത്വത്തിൽ രണ്ടാമനല്ല. കാരണം യഹൂദന്മാർ ഒരിക്കലും തൃത്വം എന്ത് ചെയ്തിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല, അവർ അംഗീകരിക്കത്തില്ല. അപ്പോൾ അവർ കാത്തിരിക്കുന്ന മെസ്സിഹ ഏതാണ്? ഈ പറയുന്ന വീരനായ ദൈവമാണ്, നിത്യനായ പിതാവാണ്. അവൻ ജഡത്തിൽ വെളിപ്പെടുമ്പോൾ ജഡത്തിൽ വെളിപ്പെടുന്ന ദൈവമായിരിക്കും എന്നാണ് പ്രവചനം. അതുകൊണ്ടാണ് യെശയ്യാവ് 7:14 പറയുന്ന, കന്യക ഗർഭം ധരിച്ചിരും മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ, ദൈവത്തിൽ ഒരുവനെന്നല്ല, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേർ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ഉൽപ്പത്തി 1:1 സൃഷ്ടി നടത്തിയ ദൈവമാണ്. ആദിയിൽ എന്ത് സംഭവിച്ചു? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് പറഞ്ഞാണ് 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി 1:1 ബൈബിൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. ആ ദൈവമാണ് നമ്മോടുകൂടെ പാർക്കാനിരിക്കുന്ന ദൈവമെന്ന് അതേ ദൈവം യെശയ്യാ മുഖാന്തരം പ്രവചിക്കുക. പിന്നീട് 700 ചില്ലാനും വർഷങ്ങൾക്ക് ശേഷം അവൻ ഈ ലോകത്തിലേക്ക് വന്നു. ആരാണ് ഈ യേശുവിനെ തൃത്വത്തിൽ രണ്ടാമനാക്കിയത്? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ദൈവം പറയണ ഡിട്രോണമി ചാപ്റ്റർ, ആവർത്തന പുസ്തകം 6:4 പറയാണ്, ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പൊ യഹോവയാണ് ദൈവം, ആ യഹോവ ഏകനാണ്, ആ ഏകനായ ദൈവമാണ് ജഡമായി വെളിപ്പെട്ട് വരുന്നതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പൊ ജഡത്തിൽ വെളിപ്പെടുന്ന മെസ്സിഹ അവരുടെ ദൈവമായിരിക്കുമെന്ന് അവരിന്നും വിശ്വസിക്കുന്നു. പക്ഷെ വെളിപ്പെട്ട് വന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പോയവൻ ആ ദൈവം അവനായിരുന്നില്ല എന്നവർ തിരിച്ചറിഞ്ഞില്ല. അവരുടെ കണ്ണ് കുരുടാക്കി എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് അതേ കുരുട്ട് ബാധിച്ചവരാണ് തൃത്വം വിശ്വസിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും. അത് കത്തോലിക്ക മുതൽ പെന്തക്കോസ് ആയാലും ബ്രദറിനായാലും ബാപ്റ്റിസ്റ്റ് ആയാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ അപ്പോസ്തലന്മാർ, ബൈബിൾ എഴുതിയ അപ്പോസ്തലന്മാർ എവിടെയും യേശുവിനെ തൃത്വത്തിൽ രണ്ടാമനായി അവതരിപ്പിച്ചിട്ടില്ല. അവർ അവതരിപ്പിച്ചത് ജഡത്തിൽ വെളിപ്പെട്ട ദൈവമെന്ന. പൗലോസ് പറഞ്ഞു, ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. പൗലോസ് പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗ്രേറ്റ് ഗോഡ്, മഹാദൈവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ ഏകനാണ് എന്ന് പൗലോസ് പഠിപ്പിച്ചു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർക്കും
ദൈവം ഏകനാണ്, ആ ഏകനായ ദൈവമാണ് ജഡം ധരിച്ചു വന്നതെന്ന് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അന്നത്തെ യഹൂദന്മാർക്ക് യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ യേശുവിനെ അവരുടെ മെസ്സിഹയായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം കിടക്കുന്നത് എവിടെയാണ്? യേശു തന്നെയാണ് പിതാവ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് പാപമോചനം. യേശു പറഞ്ഞല്ലേ, യേശുവാണ് ഇത് പറയുന്നത്, ഞാനോ നിങ്ങളോ പറയുന്നതല്ല, എവിടെ നിന്നെങ്കിലും സ്വന്തമായി കൈനീട്ട് പറയുന്നതല്ല. ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻസ്. യേശു തന്നെയാണ് പിതാവ്, പിതാവ് തന്നെയാണ് വീണ്ടെടുപ്പുകാരൻ. പിതാവിന് മാത്രമേ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. സൃഷ്ടികർത്താവായ പിതാവ് മാത്രമേ രക്ഷകനായിട്ട് വെളിപ്പെടുന്നുള്ളൂ. രണ്ടാമതൊരുവൻ വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് പിതാവാണ് രക്ഷകനായി വെളിപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരും സങ്കീർത്തകന്മാരും പ്രവചിക്കപ്പെട്ടവൻ ഈ ലോകത്തിലേക്ക് വന്നിട്ട് രക്ഷകനായി വെളിപ്പെട്ട് വന്നപ്പോൾ യെശയ്യാ 12:2 പറയുന്ന പോലെ യാഹ്വേ ബിക്കം ദ സാൽവേഷൻ, യഹോവ രക്ഷകനായി തീരുന്നു എന്നുള്ള വെളിപ്പാട് നിറവേറ്റേണ്ടതിന് ഉൽപ്പത്തി 3:5 ദൈവം സംസാരിച്ച സ്ത്രീയുടെ സന്തതി ആയി അവൻ ഈ ലോകത്തിലേക്ക് വന്നു. ആ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള വിശേഷണമാണ് യെശയ്യാ പറഞ്ഞത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യനായ പിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അതൊരു വലിയ സബ്ജക്റ്റാണ്, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, എങ്കിലും അതിനെ തൊട്ടു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ചോദ്യം ഇതാണ്, നീ ആരാകുന്നു എന്നുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ ഇത് ആദ്യം മുതൽ നിങ്ങളോട് സംസാരിച്ചു പോരുന്നതാണ്. അല്ലേ, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ആദ്യം മുതൽ എന്ന് മുതൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു സംസാരിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? 30 വയസ്സായപ്പോഴാണ്, അല്ലേ? ആണോ? അല്ലേ? ദൈവം എന്നെ സംസാരിച്ചു തുടങ്ങും, വർത്താനം പറഞ്ഞു തുടങ്ങി അല്ലേ ഞാൻ പറയുന്നത്. യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് 30 വയസ്സിലാണ്, അല്ലേ? ഇങ്ങനെ പറയുന്നു, ജോർദാനിൽ നിന്ന് കയറി സ്നാനമേറ്റ് ശുശ്രൂഷ ആരംഭിച്ചു. എന്നിട്ട് യേശു പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് സംസാരിച്ച് പോരുന്നതാണ്. ഏത്? ആരാകുന്നു എന്നുള്ള ചോദ്യം. പ്രൈസ് ഇത്തരത്തിന്. അപ്പോൾ ആരാണ് സംസാരിച്ചത്? പഴയ നിയമത്തിലെ പ്രവാചകന്മാർ തുടങ്ങി ഉൽപ്പത്തി 1:1 എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തി വെച്ച മോശ തുടങ്ങി സകല പ്രവാചകന്മാരും സങ്കീർത്തകന്മാരും ഞാനാണ് സംസാരിച്ചത്. ഹല്ലേലൂയ. ഞാനാണ് അവരിൽ ഇരുന്നത്. അങ്ങനെയല്ലേ എബ്രായർ 1:1 പറയുന്നത്? ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു പറയാണ്, ആദ്യം മുതൽ ഞാൻ സംസാരിച്ചു വരുന്നതാണ്, ഞാൻ ആരാകുന്നു എന്നുള്ള കാര്യം. എന്നാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് പോട്ടെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ, ഏറ്റവും അധികം ദൈവവചനം അറിയുന്ന വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ ഞാൻ ആരാകുന്നു എന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ തലമുറകളിൽ എന്നെ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ കേട്ടവർ മനസ്സിലാക്കിയില്ല വരുവാനുള്ളവൻ മെസ്സിഹയാണ് എന്നുള്ള സത്യം. ഹല്ലേലൂയ. അപ്പോൾ 24-25 വായിക്കുമ്പോൾ അവരോട് നിങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങളുടെ പാപങ്ങൾ മരിക്കും. അവനോട് നീ ആരാകുന്നത് ചോദിച്ചതിന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നതിന് നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്. എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരു ചോദ്യം അവരോട് മെസ്സിയ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ മലയാളത്തിൽ പെട്ടെന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ പറയണം. ഈ ചോദ്യം എങ്ങനെയാണ്? നീ എത്ര കാലം ഞങ്ങളെ സസ്പെൻസിൽ നിർത്തും? നീ മെസ്സിയാണെങ്കിൽ ഞങ്ങളോട് വ്യക്തമായി പറയുക. അങ്ങനൊരു വാക്യമുണ്ട്. 8 തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. സോറി, 8 10 10:24-25 വായിച്ചേ. യോഹന്നാൻ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്,
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം ആകുന്നു. അടുത്ത വായിക്കൂടെ. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലോ, അല്ലാകിയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. നിത്യജീവൻ കൊടുക്കുന്നു. ഈ യഹൂദന്മാർ യേശുവിനോട് പറയുകയാണ്, ഈ ചോദ്യം എങ്ങനെയാണ്, എത്ര കാലം ഞങ്ങളെ എന്ത് ചെയ്യും, സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ മെസ്സിഹയാണെങ്കിൽ എന്ത് ചെയ്യാം, സ്പഷ്ടമായി ഞങ്ങളോട് പറയുക. അവർക്കറിയാം മെസ്സിഹ ആരായിരിക്കും, മെസ്സിഹ ദൈവമായിരിക്കും, ദൈവം ജഡത്തിൽ വെളിപ്പെടുന്ന ആളായിരിക്കും. പക്ഷെ നീ വ്യക്തമായിട്ട് പറ, ഞാനാകുന്നു എന്ന് പറ, ഞാനാണ് മെസ്സിഹ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഇല്ല, കാരണം അവരുടെ കണ്ണ് കുരുടാക്കപ്പെട്ടിരിക്കുക. അപ്പം ഈ ചോദ്യം അവർ യേശുവിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഞങ്ങളെ ആശിപ്പിക്കുന്നത്? നീ ക്രിസ്തു എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഒരു മെസ്സിയ തന്നെ ഇംഗ്ലീഷിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഹീബ്രു ബൈബിളിലൊക്കെ മെസ്സിയ. ഇഫ് യു ആർ ദ മസിയ യു ടെൽ us, നീ പറയുക ഞങ്ങളോട് ഞാൻ മെസ്സിയ ആകുന്നു. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം പറയുന്നു ഞാൻ മെസ്സിഹയാണെന്ന്. ഹല്ലേലൂയ. കാരണം മെസ്സിഹ ഇന്നതൊക്കെ ചെയ്യുമെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സൺഡേയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കരുത് കേട്ടോ. നേരത്തെ ആയിട്ടുണ്ട് സൺഡേയിൽ ചെയ്യിക്കരുത് മെസ്സേജ്. ഹല്ലേലൂയ. കാരണം മെസ്സിഹ വരുമ്പോൾ അവൻ ആരായിരിക്കും, അവൻ്റെ പ്രവൃത്തികൾ എന്തായിരിക്കും എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം വെളിപ്പെടുത്തപ്പെട്ട തിരുവെഴുത്തുകൾ മെസ്സിഹ എന്തു ചെയ്യും എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, ബിലീവ് മീ ബൈ ദ വർക്ക്സ് ഐ ഡിഡ്. ഞാൻ ചെയ്ത പ്രവൃത്തികൾ നിമിത്തം, അല്ലെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിമിത്തം നിങ്ങൾ വിശ്വസിക്കണം. ഐ ആം ദ മെസ്സായ, ഞാനാണ് മെസ്സിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് യേശു പറയുക. പ്രൈസ് ദി ലോർഡ്. ഇനി യേശു ആരാകുന്നു എന്നുള്ള ചോദ്യം യേശു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ, മത്തായി 16:16. അതിനു മുമ്പോൾ വായിച്ച് ചോദിക്കുന്ന ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചത് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഇപ്പം യേശു അറിയാൻ ആഗ്രഹിച്ചു തൻ്റെ ശിഷ്യന്മാർ വഴി പുറത്തുള്ളവർ തന്നെ കുറിച്ച് എന്താണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ കേട്ടുകേഴ്വിയിലുള്ള കാര്യങ്ങൾ. ചിലർ പറഞ്ഞു നീ യോഹന്നാൻ സ്നാപകൻ്റെ പുനർജനനമാണ്, ചിലർ പറഞ്ഞു നീ ഏലിയാവാണ്, ചിലർ പറഞ്ഞു യിരെമ്യാവാണ്. ഇങ്ങനെ പല ആളുകൾ നീ ഒരു പ്രവാചകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യേശു ചോദിക്കണം, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ ചോദ്യം ദൈവവചനം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കണം. യേശു ആരെന്നാണ് നീ വിശ്വസിക്കുന്നത്? യേശു ആരെന്നാണ് നീ പറയുന്നത്? ആ ചോദ്യത്തിന് മെസ്സിയ ആരെന്ന് മനസ്സിലാക്കാതെ ഒരു വട്ടം യഹൂദന്മാർ നിൽക്കുമ്പോൾ
അതേ യഹൂദന്മാരിൽ ഒരുവൻ പറയാണ്, യു ആർ ദ മെസ്സായ, യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. കാരണം മെസ്സായ വരുമ്പോൾ അവൻ സ്ത്രീയുടെ സന്തതി ആയിരിക്കും. സ്ത്രീയുടെ സന്തതി എന്ന് വെച്ചാൽ വീണ്ടെടുപ്പുകാരനായ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ശിമയോൻ പറഞ്ഞു, യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്, യു ആർ ദ മെസ്സായ, യു ആർ ദ ക്രൈസ്റ്റ്. നീയാണ് ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ യേശു പറഞ്ഞു, സ്കൂളിൽ പോകാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, മതപാഠശാലയിൽ പോയി അല്ലെങ്കിൽ തനാക്കോ അല്ലെങ്കിൽ തോറായോ പഞ്ചഗ്രന്ഥിയോ പഠിക്കാത്തവൻ, അവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇത് മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, ഇത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ പിതാവാണ്. ഇത് പരിശുദ്ധാത്മാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഏത് സഭയെ? വെളിപ്പാടിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു ആരെന്നുള്ള സ്വർഗീയ വെളിപ്പാടിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ സഭ പണിയുന്നത്. ആ സഭയിലെ ഓരോ കല്ലും ഇപ്രകാരമുള്ള വെളിപ്പാടുള്ള കല്ലുകളായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളും ജീവനുള്ള കല്ലുകളായി, ജീവന്റെ ഉള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് ഒരേ ആത്മീയ ഗ്രഹമായി പണിയപ്പെട്ടു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ജീവനുള്ള പള്ളിയുടെ അടിസ്ഥാന കല്ല്, മൂലക്കല്ലാണ് ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളോ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിൽ മൂലക്കല്ല്, ക്രിസ്തു മൂലക്കല്ലായി പണിയപ്പെട്ടു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാട് ജനത്തിന് അന്നും മനസ്സിലാകാതിരിക്കുമ്പോൾ, ഇന്നും മനസ്സിലാകാതിരിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, അപ്പോസ്തലനായ പത്രോസ് മുഖാന്തരം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എത്രേ. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പത്രോസ് പറഞ്ഞില്ല, നീ ദൈവത്തിൽ രണ്ടാമനാന്ന് പറഞ്ഞില്ല, നീ പ്രവാചകന്മാർ പറഞ്ഞ ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണെന്ന് പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞത്, പ്രവാചകന്മാർ പറഞ്ഞ ദൈവം നമ്മോട് കൂടെ എന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരമുള്ള വെളിപ്പാടാകുന്നു നീ, ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് നീ എന്ന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇഫ് യു ഡു നോട്ട് ബിലീവ് മീ ദാറ്റ് ഐ ആം ഹി, ഞാനാകുന്നു അവൻ, ഞാനാകുന്നു പിതാവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം പറയുന്നു, ഹീബ്രൂസ് ചാപ്റ്റർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഹല്ലേലൂയ. അവൻ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ യുഗായുഗങ്ങളായി ഇൻ ദ പാസ്റ്റിലും അവൻ ഈ ജഡത്തിൽ വെളിപ്പെട്ടപ്പോഴും ഇന്നും അവൻ യേശു ക്രിസ്തു ദൈവമായി തുടരുന്നു. അവൻ ഇന്നലകളിലെ ദൈവമെന്നോ ഇന്നത്തെ ദൈവമെന്നോ നാളുകളിലെ ദൈവമെന്നല്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ്, യേശു ക്രിസ്തു ആകുന്നു. ഹല്ലേലൂയ. ഇന്നലകളിലെയും ഇന്നത്തെയും വരുവാനുള്ള കാലത്തിലെയും ദൈവം. ഹല്ലേലൂയ. ആമേൻ. ഈ തിരിച്ചറിവ് ദൈവസഭയ്ക്കുണ്ടാവണം. ഇതാണ് അടിസ്ഥാന പ്രമാണം. അതുകൊണ്ടാണ് യഹൂദൻ അവൻ്റെ 2 നേരത്തെ പ്രാർത്ഥനയിൽ, ക്ഷേമ പ്രാർത്ഥനയിൽ അവൻ്റെ പ്രഖ്യാപനം എങ്ങനെയാണ്? ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ദൈവം ഏകനാകുന്നുവെന്ന് നമ്മുടെ പുതു നിയമത്തിലും യഹൂദന്റെ വേദഗ്രന്ഥമായ തനാക്ക് നമ്മൾ പഴയ നിയമമായി വായിക്കുമ്പോഴും ഈ 2 പുസ്തകങ്ങളിലും ദൈവം ഏകനേയുള്ളൂ എന്ന് പറയുന്നു. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു പാപമാണ് ദൈവത്തോടു കൂടെ ആളുകളെ ചേർക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ 43:10 പറഞ്ഞു, എനിക്ക് മുമ്പ് ഒരു ദൈവം എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഒരു ദൈവം ഉണ്ടാകുകയില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ബിസൈഡ് മീ ദർ ഈസ് നോ ഗോഡ് എന്നാ പറയുന്നത്. എൻ്റെ പിറകിലൊരു ദൈവമില്ല, എനിക്ക് ശേഷം ഒരു ദൈവമില്ല. ഞാൻ ഐ എലോൺ ഗോഡ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ, അല്ലല്ല ക്രിസ്ത്യാനികൾ വന്നിട്ട് പറയും അങ്ങനെയല്ല, നിങ്ങൾ 3 പേരാണ്. ഹല്ലേലൂയ. ഇത് ഏറ്റവും വലിയ ബ്ലാസ്ഫെമിയാണ്, ഏറ്റവും വലിയ ദൈവനിന്ദയാണ്. ഇത് ദൈവം ഒരിക്കലും പൊറുക്കാത്ത പാപമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1 പത്രോസ് 2:10 നാം വായിക്കുന്നത്, യേശു പറയാണ്, ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ? എന്നാണ് പറഞ്ഞു തുടങ്ങിയത്?
പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞത് ഈ നിൽക്കുന്നവൻ തന്നെയാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 1:10. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷ ഏതാണ്? ഗോഡ് സാൽവേഷൻ. ദൈവം രക്ഷകനായി വെളിപ്പെടുവാൻ പോകുന്നു, ദൈവം രക്ഷിതാവായി ജഡത്തിൽ വരുവാൻ പോകുന്നു എന്ന ഈ രക്ഷയെക്കുറിച്ച് പഴയ കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ എന്ത് ചെയ്തു? ആരാഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു, അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ പ്രവാചകന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഓർ ദ സ്പിരിറ്റ് ഓഫ് മെസ്സായ, ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ ഉള്ളതെന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ഹല്ലേലൂയ. എന്നിട്ട് തങ്ങൾക്കായിട്ടല്ല, ആരാഞ്ഞ പ്രവാചകന്മാർക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ. അതായത് എനിക്കും നിങ്ങൾക്കും. പത്രോസ് പ്രസംഗിക്കുന്ന അന്ന് കേട്ടവരും ഇന്ന് പ്രസംഗിച്ച് കേൾക്കുന്നവരും ആയ നമുക്ക് വേണ്ടി എത്രേ. ഹല്ലേലൂയ. എത്രമാത്രം മഹത്തരമായ കാര്യമാണ്. വായിച്ചു. അവർക്കൊരു കാര്യം വെളിപ്പെട്ടു. അവരാഗ്രഹിച്ച, അന്വേഷിച്ച് പരതി നോക്കി കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചത് തങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പരതിക്കൊണ്ടിരുന്നതിനെ കുറിച്ച് അവർക്ക് വെളിപ്പെട്ടു. അത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി എത്രേ. അല്ലെങ്കിൽ അവരിത് പറഞ്ഞു മൺമറഞ്ഞു പോയി. ഹല്ലേലൂയ. അവർ കർത്താവിൻ്റെ ഇനി എടുത്തുകൊള്ളപ്പെടലിന് വേണ്ടി അവരും വിശ്രമത്തിലായിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നത് ഈ വെളിപ്പാട് ദൈവസഭയ്ക്കുണ്ടായിരിക്കണം. ഒരു ദൈവസഭയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാന വെളിപ്പാട്, നമ്പർ 1 റെവലേഷൻ എന്തായിരിക്കണം? ദൈവം ഏകനാകുന്നു. ആ ഏകനായ ദൈവമാണ് എന്നെ സ്നേഹിച്ച് തൻ്റെ പ്രാണൻ നമുക്ക് തരേണ്ടതിന് പ്രാണനും രക്തവുമുള്ള ഒരു ശരീരം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ സർവശക്തനായ ദൈവം എന്നെ വീണ്ടെടുക്കേണ്ടതിന് എന്നെ പോലൊരു ശരീരത്തിൽ മാംസവും രക്തവും ദുഃഖവും കണ്ണുനീരും വേദനയുമുള്ള ഒരു ശരീരം ധരിക്കുവാൻ തക്കവണ്ണം എന്നെ നേടുവാൻ അത്രമാത്രം ചെറുതായി. ഹല്ലേലൂയ. ഇത് നമ്മളെ ആരടിയ ഭൂമിയോളം താഴ്ത്തുവാൻ മതിയായ ഒരു സന്ദേശമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തെ അവർ അന്വേഷിച്ചിട്ട് അവർക്ക് വെളിപ്പെട്ടു, തങ്ങൾക്കായിട്ടല്ല. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനറിയാം താൻ എന്തിനായിട്ട് വന്നിരിക്കും, അല്ലേ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്താണ്? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയല്ല, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, പിന്നെയോ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി, റാൻസമായി, മരണം ബലിയായി, യാഗബലിയായി അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി നൽകപ്പെടുവാൻ വേണ്ടി അത്രേ. ഇത് ഓരോ നിമിഷവും യേശുവിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, എൻ്റെ നാഴിക വന്നിട്ടില്ല. എന്നാൽ മരണത്തിൻ്റെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കർത്താവ് പറഞ്ഞ്, പിതാവേ നാഴിക വന്നിരിക്കുന്നു. യേശു തൻ്റെ ശുശ്രൂഷയുടെ ഓരോ മിനിറ്റിലും താൻ എന്തിനായിട്ട് വന്നു എന്നറിഞ്ഞിരുന്നു. അവരെ നമ്മൾ യഹൂദന്മാരെ പിടിച്ച് ക്രൂശിൽ തറച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. കാരണം സ്ത്രീയുടെ സന്തതി മരണം വരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഇങ്ങനെ വരിക്കുമെന്നുള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2 പേർ മരവും മലയിലും വന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28, 29, 30. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി
ഉടുപ്പ് മിന്നുന്ന വെള്ളയായി മാറി. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള മരണത്തെ കുറിച്ച് അവനോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് യേശുവിനറിയാം. കാരണം യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്, എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്, അത് പൂർത്തിയാവോളം ഞാൻ ഉള്ളിൽ നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഏതാണ് ആ സ്നാനം? രക്തസ്നാനം, നമുക്ക് വേണ്ടി ബലിയായി തീരുവാനുള്ള, അതിനുവേണ്ടി ഞരങ്ങിക്കൊണ്ടിരുന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അത് എത്രയും വേഗം ചെയ്ത് ഹല്ലേലൂയ തൻ്റെ ജനത്തെ കാണണം, അവരെ ചേർക്കണം, അവരെ പാപത്തിന്റെ ബന്ധനത്തിൽ വിടുവിക്കണം. അതുകൊണ്ടാണ് എബ്രായർ 2:14 പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ, മലാക്കി 2:10 പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളൂ, ഒരു ദൈവം എത്രയും നമ്മയൊക്കെയും സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ നമ്മൾ, അല്ലെങ്കിൽ മക്കളായ നമ്മൾ, ജഡത്തിലും രക്തത്തിലും ആദാമ്യ പാപ നിമിത്തവും പാപ സ്വഭാവ നിമിത്തം പാപം ചെയ്ത് തേജസ്സുള്ള ദൈവത്തിൽ നിന്നും തേജസ്സുള്ള പുത്രത്വം നഷ്ടപ്പെട്ട് നമ്മൾ അകന്നു പോയപ്പോൾ നമ്മെ വീണ്ടെടുക്കേണ്ടതിന് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ആരാണ് ജഡരക്തത്തോടുകൂടി വന്നത്? അപ്പനാണ്, പിതാവാണ്, യഹോവയാണ് ജഡവും രക്തവും ധരിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ചിലർ പറയുന്നത് യഹോവയല്ല, പുത്രനാണ് ജഡം ധരിച്ചു വന്നത്. അത് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ, ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ഇൻ ഫ്ലഷ് എന്ന, ദൈവം ജഡത്തിൽ നിന്ന്. അപ്പോൾ ദൈവം വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് ഉള്ള ഭാവികാല സംഭവത്തെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ നിഴൽ ബലികളായി കൊടുക്കപ്പെട്ട ബലികളെല്ലാം ഹല്ലേലൂയ ഓരോ ആട്ടിന്റെയും കാളക്കിടാങ്ങളുടെയും രക്തബലികൾ വരുവാനിരിക്കുന്ന സമ്പൂർണ്ണ ബലിയുടെ നിഴലായിരുന്നു എന്ന് എബ്രായ ലേഖനം 10:1 പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യനും കഴിയാതിരിക്കുമ്പോൾ, ന്യായപ്രമാണപ്രകാരമുള്ള വീണ്ടെടുപ്പുകാരൻ ആ നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തിയുടെ രക്തബന്ധുവായിരിക്കണമെന്നുള്ള ന്യായപ്രമാണ നിയമം, ദ റിഡീമർ ഷുഡ് ബി എ കിൻസ്മാൻ എന്ന് വെച്ചാൽ വീണ്ടെടുപ്പുകാരൻ ഒരു രക്തബന്ധുവായിരിക്കണമെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുമ്പോൾ, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരൻ മനുഷ്യന്റെ പിതാവാകുന്ന ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവം എന്തായി തീർന്നു? ദൈവം ഒരു പുത്രനായി വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആ പുത്രനായി വെളിപ്പെട്ടവൻ സർവശക്തനായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് വെളിപ്പെട്ടുവെങ്കിലും യഹോവ എന്ന എൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. മോശയോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി എൽ ഷദായ് എന്നുള്ള പേരിൽ മാത്രമേ വെളിപ്പെട്ടിട്ടുള്ളൂ, എന്നാൽ യഹോവ എന്ന എൻ്റെ നാമത്തിൽ വെളിപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അബ്രഹാമിനും ഇസ്ഹാക്കിനും വെളിപ്പെട്ട ദൈവം ആരാണ്? സർവശക്തിയുള്ള ദൈവമായ യഹോവയാണ്. വെളിപ്പാട് പുസ്തകം 1:8 വരുമ്പോൾ നമുക്ക് വായിക്കാം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. എന്ന് വെച്ചാൽ ദൈവം 3 പിതാവായി, പുത്രനായി, പരിശുദ്ധാത്മാവായി, നിത്യമായി ഇരിക്കുന്ന പിതാവ് എന്നുള്ള ദൈവത്തിൻ്റെ എറ്റേണൽ ഫാദർഹുഡ്. ദെൻ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിൽ ജഡപ്രത്യക്ഷത, വീണ്ടും നിത്യമായി വീണ്ടും ഈ വീണ്ടെടുക്കപ്പെട്ട പുതിയ ആകാശത്തെയും പുതിയ ഭരിക്കുന്ന വരുവാനിരിക്കുന്നവനായ അധികാരിയായിട്ട് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനോട് പറയുകയാണ്, പത്മോസിൽ യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. വല്ല സംശയമുണ്ടോ? ഇല്ല.
എന്നാൽ മനുഷ്യന്റെ ചെറിയ ബുദ്ധിക്കുണ്ടല്ലോ, ഇപ്പോഴും മനുഷ്യന്റെ തലയിൽ കിടക്കുന്നത് ക്രൂശിൽ കിടക്കുന്ന അല്പവസ്ത്രധാരിയായ 33 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഹല്ലേലൂയ. ആരാണ് ഈ വിധത്തിൽ നമ്മളെ ചിന്തിക്കുമാറാക്കിയത്? അത് ദൈവമാണോ? പിശാചാണ്. ഇന്നും വചനം കൊണ്ട് പഠിക്കാൻ മനസ്സിലാക്കാതെ ഗ്രഹിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് പിശാചാണ്. കാരണം പിശാച് അറിയുന്ന ദൈവം ആരാണ്? ഏകനാണ്. ഈ ജെയിംസ് ചാപ്റ്റർ 2:19 പറയുകയാണ്, പിശാചും ദൈവം ഏകൻ എന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. മനുഷ്യനാ കുഴപ്പം. ദൈവത്തെ ഏറ്റവും അടുത്ത് അറിയാമായിരുന്നു. ഒരു കാലത്ത് ദൈവസന്നിധിയിൽ ആരാധനത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നവൻ, ദൈവത്തിന് ആരാധന കൊടുത്തു വന്നിരുന്നവൻ, തിരസ്കരിക്കപ്പെട്ട് തള്ളപ്പെട്ട് വന്നവൻ, അവൻ പറയുകയാണ് ദൈവം ഏകനാണ്, ആ ഏകനാണ് ദൈവം എന്നറിഞ്ഞ് അവൻ വിറയ്ക്കുന്നു. നമ്മൾ ത്രിയേകനാണ് ദൈവം എന്ന് പഠിപ്പിക്കുമ്പം പിശാചിന് ഒരു വിറയില്ല. അവൻ പറയും നമ്മളൊരു ടീംസാണെന്ന് പറയും, അല്ലേ? നമ്മളൊരു ടീമാണ്. അവന് വിറയ്ക്കുന്നത് ഏകദൈവ വിശ്വാസികളെ മാത്രമേ ഉള്ളൂ. അവന് വീഴ്ത്തേണ്ടത് ഏകദൈവ വിശ്വാസികളാണ്. അവനെ സംശയിപ്പിക്കേണ്ടതും അബദ്ധത്തിൽ ചാടിക്കേണ്ടതും ഏകദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികളെയാണ്. അല്ലാത്തവരെ ആർക്കും അവന് പോരാട്ടമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയാൻ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികളോടാണ് നമുക്ക് പോരാട്ടം. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെയുള്ള ക്രിസ്ത്യാനിറ്റി ഏകദൈവ വിശ്വാസികളുടെ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. കോൺസ്റ്റന്റ് ചക്രവർത്തിയാണ് ഇന്ന് കാണുന്ന തരത്തിൽ ട്രിനിറ്റി എന്നൊരു ഉപദേശവും ദൈവത്തെ 3 കഷ്ണങ്ങളാക്കി വിഭാഗിച്ചുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു കാര്യത്തിൽ കൊണ്ടുവരും. അത് അവർ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. കാരണം ബൈബിളിൻ്റെ ഉപദേശം ആരംഭിക്കുന്നത് ഈജിപ്തിലുമല്ല, റോമിലുമല്ല, അത് ജെറുസലേമിൽ നിന്നാണ്. ജെറുസലേമിൽ നിന്ന് സ്ഥാപിതമായ ദൈവിക വചനത്തിന്റെ ഉപദേശം പഠിപ്പിക്കുന്നു ദൈവം ഏകനാണെന്ന് പറയുന്നു. റോമിലെ നിക്കിയയിൽ ആരംഭിക്കപ്പെട്ട ഉപദേശം പറയുന്നു ദൈവം ത്രിയേകനാണെന്ന്. നമ്മൾ ഏത് ഉപദേശം വിശ്വസിക്കണം? നമ്മൾ വിശ്വസിക്കണം ജെറുസലേമിൽ കർത്താവരോട് എന്താ പറഞ്ഞേ? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആദ്യം ജെറുസലേമിലും പിന്നെ യൂദയയിൽ എല്ലായിടവും സമാരിയയിലും പിന്നെ ഭൂലോകത്തൊക്കെയും എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം. അപ്പം ആദ്യം തുടങ്ങിയിടത്ത് ദൈവം ഏകനാണ്. പിന്നീട് അത് പറിച്ചു നട്ട സ്ഥലത്തും തുടങ്ങിയപ്പോൾ അത് ത്രിയേകനായി. നാം ആ ത്രിയേക ദൈവ സംവിധാനം വിശ്വസിക്കുന്ന കത്തോലിക്ക സഭകളിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്ന പല പെന്തക്കോസ്തുകാരും ആ ത്രിയേക ദൈവ വിശ്വാസത്തിന്റെ ഭാഗമായി. പക്ഷേ നമ്മുടെ അസ്തിത്വം ജെറുസലേമിലെ ഉപദേശത്തിലാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ സത്യസഭ. ആ സഭയാണ് പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ലെന്ന് പറഞ്ഞ സഭ. ഹല്ലേലൂയ. അത് പെന്തക്കോസ്റ്റൽ സഭയല്ല, അത് ബാപ്റ്റിസ്റ്റ് അല്ല, ബ്രദറിനല്ല, കത്തോലിക്കയല്ല. അത് ക്രിസ്ത്യാനി ഏകദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു ദൈവമാകുന്നു എന്ന് പത്രോസിന് വെളിപ്പെട്ട വെളിപ്പാട് ലഭിച്ചവർക്കാണ് ആ സഭയിൽ അംഗങ്ങൾ, ആ സഭയുടെ ഭാഗമായിരിക്കാൻ കഴിയുള്ളൂ. ആ സഭയിലേക്ക് നമ്മൾ പേരെഴുതി ചേരുകയല്ല, നമ്മൾ ആ സഭയിൽ വീണ്ടും ജനിച്ചു ചേരുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പോൾ യോഹന്നാൻ 8-ാം അധ്യായം 58-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എട്ടിന്റെ 58 യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. മതി. ഇവിടെ കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ യേശു പറയുകയാണ്, എന്നാൽ ഞാൻ പിതാവിനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. ഇപ്പം ഈ യഹൂദന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് അവരുടെ പ്രവാചകന്മാരെ, അവരുടെ പിതാക്കന്മാരെ എല്ലാം വലിയ ഭയവും ബഹുമാനവും. മോശയെ അവർ പഠിപ്പിക്കുന്ന ദൈവത്തെ മുഖാമുഖമായി കണ്ടു എന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ. അത് യേശുവിനോട് വന്ന് പറയുമ്പോഴും ഇതാ പറയുന്നത്, മോശയെ നിനക്കറിയാമോ, മോശ ദൈവത്തെ മുഖാമുഖം കണ്ടവനാണ്. ആരോടാ പറയുന്നത്?
ആരോടാ പറയുന്നത്? സാക്ഷാൽ ദൈവത്തോട് പറയുകയാണ്. ഞങ്ങളുടെ പ്രവാചകനായ മോശ ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് അവർ പറയണം, അവർക്ക് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നൊക്കെ പറയുന്ന പിതാക്കന്മാർ അവരുടെ പില്ലേഴ്സാണ്, അവരുടെ തൂണുകളാണ്. ആ പിതാക്കന്മാരെ കുറിച്ച് യേശു പറയുകയാണ്, ആ പിതാവ്, നിങ്ങളുടെ പിതാവ് എൻ്റെ ദിവസം കാണും. അവൻ കണ്ടു ഇരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടു എന്നാണ് നമ്മൾ 10:42 വായിക്കുന്നത്, യോഹന്നാൻ. അപ്പൊ ഇവിടെ പറയുകയാണ്, അബ്രഹാമിന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അബ്രഹാം നിന്നെ കണ്ടത്? ഹല്ലേലൂയ. ആമേൻ. നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട് പറയണം, ആമേൻ ആമേൻ, വെരിലി വെരിലി ഐ സേ അൺടു യു, ബിഫോർ എബ്രഹാം ഐ ആം. ഹല്ലേലൂയ. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അയ്യോ, ഇതെന്തൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ! ഇതിനെയാണ് അവന്മാർക്ക് കലി കയറിയത്. അബ്രഹാമിന് ഉണ്ടാകുന്നതിന് മുമ്പുള്ളത് ആരാ? ദൈവ യഹോവയാ. അവർ പല്ലുകടിച്ചു. കാരണം യേശു പറഞ്ഞ കളവല്ല. യേശു ആരാണ്? അബ്രഹാമിനെ സൃഷ്ടിച്ച്, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത്, വാഗ്ദത്ത സന്തതിയെ കൊടുത്ത്, ഇന്ന് അവന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ ചോദ്യം ചോദിക്കുന്ന യഹൂദ തലമുറകളെ ഉളവാക്കിയവൻ പറയുകയാണ്, ഞാൻ അബ്രഹാമിന് മുമ്പുണ്ട്. ഹല്ലേലൂയ. ഐ ആം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പ്രസന്റിൽ പറയാം, ഐ ആം ജോസ് വർഗീസ് എന്ന് പറയാം. നമ്മൾ ചത്തുപോയി കഴിയുമ്പോൾ പറയാം, നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ ഹി വാസ് ജോസ് വർഗീസ് എന്ന് പറയും, അല്ലേ? നമ്മൾ വാസായി. പക്ഷേ ദൈവം ഓംനി പ്രസന്റ് ആണ്. ദൈവത്തിന് മുമ്പിലും പിൻപിലും കാലഘട്ടങ്ങളുടെ വ്യതിയാനങ്ങളില്ല, കാലാതീതനായി, കാലങ്ങളില്ലാത്ത എറ്റേണൽ ദൈവമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ജഡത്തിലിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന് ഒരു ആരംഭവും ഒരു അവസാനമുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്നവൻ ആരാണ്? ഐ ആം എന്ന് പറയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ യേശു തന്നെ നമ്മെ അറിയിച്ചു തരണം. നമുക്ക് വായിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 27 വായിക്കാം. അതിൻ്റെ 2-ാമത്തെ സെൻറ്റൻസ്. അവിടെ പറയുകയാണ്, പിതാവ് അല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പിതാവ് ആരാണ്? യേശു പറഞ്ഞ പിതാവ് ആരാന്ന് പറഞ്ഞ് യോഹന്നാൻ 4:24, പിതാവ് ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ആരെ അറിയാൻ കഴിയുള്ളൂ? പുത്രനെ അറിയാൻ പറ്റുള്ളൂ. ആ ആത്മാവ് എന്നിട്ട് പറയാണ്, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയില്ല. അപ്പൊ പിതാവിനെ യേശു പറയാണ്, നിങ്ങൾ എൻ്റെ പിതാവിനെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും എന്ത് ചെയ്യുമായിരുന്നു? അറിയുന്നില്ല. നിങ്ങൾക്കറിയില്ല എൻ്റെ പിതാവ്, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് ദൈവം ആരാണ് നിങ്ങൾക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ എന്നെയും അറിയുമായിരുന്നു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമായിരുന്നു. എന്നെ നിങ്ങൾ രണ്ടായിട്ട് അറിയില്ല, പിതാവ് തന്നെയാണ് ഞാനെന്ന്. ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹി, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻസ്. യേശു തന്നെയാണ് ദൈവം, യേശു തന്നെയാണ് പിതാവ്, യേശു തന്നെയാണ് സൃഷ്ടികർത്താവ്, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അറിഞ്ഞ് വിശ്വസിക്കുന്നവൻ നശിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ആ യേശുവിനെ കൊണ്ടുവന്നിട്ട് രണ്ടാമനായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നശിച്ചു പോകും, പാപത്തിൽ മരിച്ചു പോകും. നിങ്ങൾക്കൊരു പാപക്ഷമയ്ക്ക് ഒരു സ്പേസ് ഇല്ല അവിടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിലെ അവഗാഹമായ പാണ്ഡിത്യമുണ്ടായിരുന്ന, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചവൻ, യഹോവ എന്ന ഏക ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയേറി യേശു ക്രിസ്തുവിനെ ദൈവമാക്കുന്നു, പ്രസ്താവിക്കുന്നു പറയുന്ന ശിഷ്യന്മാരെയും അപ്പോസ്തലന്മാരെയും വധിക്കേണ്ടതിന് അധികാരികളെന്ന് യഹൂദ മതമേലധ്യക്ഷന്മാരെന്ന് കത്തുകൾ വാങ്ങിപ്പോയി പലയിടങ്ങളിലും അവരെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിൽ അടച്ച് വിചാരണ ചെയ്തും അല്ലാതെയും വെട്ടിക്കൊന്നും അറുത്തുകൊന്നും അലടിയെ കുന്തം കുത്തിക്കൊന്നും തിളയ്ക്കുന്ന എണ്ണയിൽ വലിച്ചെറിഞ്ഞും ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നവൻ, യഹോവയെക്കുറിച്ചുള്ള തീഷ്ണതയേറി ദൈവസഭയെ മുടിച്ചവൻ, അങ്ങനെ ഒരു പദ്ധതി നിർവഹിക്കേണ്ടതിന് വേണ്ടി
യാത്രാമധ്യേ ദമസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവനൊരു സ്വർഗീയ ദർശനമുണ്ടായി. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം അപ്പോസ്തലപ്രവൃത്തി 26-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ചെയ്തു വരുവിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടി ദമസ്കസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നിർത്താം. ഇവിടെ പൗലോസ് തൻ്റെ മാനസാന്തരത്തിൻ്റെ കൺവേർഷൻ്റെ 3ാമത്തെ ടെസ്റ്റ് മണിയാണ്. ഹല്ലേലൂയ. 1ാമത് അവൻ്റെ ടെസ്റ്റ് മണി എവിടെ കാണാം? അപ്പോസ്തലപ്രവൃത്തി 9 കാണാം. 2ാമത്തെ ടെസ്റ്റ് മണി കാണുന്നത് 22-ാമത്തെ അധ്യായത്തിലാണ്. 3ാമത്തെ ടെസ്റ്റ് മണി അഗ്രിപ്പ രാജാവിനോടുള്ള ടെസ്റ്റ് മണിയാണ്. ഹല്ലേലൂയ. വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തിയിരിക്കുമ്പോഴുള്ള ടെസ്റ്റ് മണിയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് മണി, ഈ സാക്ഷ്യത്തിൽ അവൻ പറയുകയാണ്, എന്താണ്? ഞാൻ നട്ടുച്ചയ്ക്ക് വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ തന്നെ, തീ പോലെ ജ്വലിക്കുന്ന സൂര്യനുള്ള സമയത്ത് തന്നെ ആ സൂര്യൻ്റെ പ്രഭയെ വെല്ലുന്ന ഒരു പ്രഭ അടിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ്ട് നേരിട്ട് സൂര്യാഘാതം, സൂര്യനോട് ക്ലോസ് എൻകൗണ്ടർ ഉണ്ടാകുന്ന ഒരു വെളിച്ചം, കണ്ണ് ഉപരിപടലം കത്തിപ്പോയി കാഴ്ചയില്ലാതെ കുതിരപ്പുറത്ത് നിലത്ത് വീഴുന്ന തരത്തിലൊരു അനുഭവം ഉണ്ടായി. ഈ അനുഭവം ഉണ്ടായപ്പോൾ പൗലോസ് പറയുകയാണ്, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്നൊരു ശബ്ദം എബ്രായ ഭാഷയിൽ പൗലോസ് കേട്ടു. ഹല്ലേലൂയ. എബ്രായനായ പൗലോസ്, എബ്രായ ഭാഷ പഠിച്ച് അതിൽ പ്രസംഗിക്കുന്ന പൗലോസ് എബ്രായ ഭാഷയിൽ കേൾക്കുകയാണ്, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ നീ ആരാകുന്ന കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് പൗലോസ് എന്താ ചോദിക്കുന്നത്? പൗലോസ് നമ്മൾ ചോദിച്ചാൽ നീ ആരാകുന്ന കർത്താവ് എന്നാണോ? എബ്രായ ഭാഷ മീ അത്ത അഡോണായി എന്ന് ചോദിച്ചേ. മീ അത്ത ATH അഡോണായി, നീ അഡോണായി, നീ ആരാകുന്നു? കാരണം പൗലോസിനറിയാം, തീ പോലെ പ്രകാശിക്കുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചത്തിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ മേഘങ്ങളിൽ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവന്ന യഹോവയല്ലാതെ മറ്റൊരുത്തനുമല്ല. അവൻ്റെ അന്ന് വരെയുള്ള അനുഭവങ്ങളിൽ ഒരു ദൈവശബ്ദം കേട്ടിട്ടുള്ള പ്രവാചകന്മാരാകട്ടെ, സമൂഹലാകട്ടെ, മോശയാകട്ടെ, തേജസ്സിൽ നിന്ന് സംസാരിക്കുന്ന, ആലലിയ മറുമലയിൽ തേജസ്സിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഹൊറേ പർവ്വതത്തിൽ തേജസ്സിൽ സംസാരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പൗലോസിന് അറിയുള്ളൂ. തേജസ്സിൽ നിന്നും വെളിപ്പെട്ട ആ വലിയ വെളിച്ചത്തിൽ സംസാരിക്കുന്നവൻ, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് സംസാരിക്കുന്നവൻ യഹോവയല്ലാതെ മറ്റൊരുത്തനുമില്ല. പക്ഷേ യഹോവ എന്ന് അവർ വിളിക്കയില്ല. കാരണം പേടി കൊണ്ട് അവർ വിളിക്കുന്നത്, യഹോവയെ വിളിക്കുന്ന അഡോണായി എന്നാണ്. അവൻ ചോദിച്ചു, മീ അറ്റ അഡ അഡോണായി എന്ന് ചോദിച്ചു. അപ്പോൾ അഡോണായി പറഞ്ഞു, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, ഒരു ബോംബ് വീണതുപോലെ ആയിരിക്കും അവൻ്റെ ചിന്താമണ്ഡലം തരിപ്പണമായി. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ആരെ കൊല്ലാൻ വേണ്ടി അധികാരപത്രവുമായി പോകുന്നുവോ, ആരെ കൊന്നു മുടിച്ച പശ്ചാത്തലത്തിൽ നടക്കുന്നുവോ, ഇത്രയും കാലം ഞാൻ ഈ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി ഇത്രകാലം ഞാൻ ചെയ്തത് ഏക സത്യ ദൈവമായ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് യേശു ക്രിസ്തു ദൈവമാകുന്ന പഠിപ്പിക്കുന്നവരെ കൊന്നൊടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതേ ദൈവം അവനോട് പറയുകയാണ്, ആ ദൈവം ഞാനാണ്. ഹല്ലേലൂയ. ഞാനാകുന്നു ആ ദൈവം, ഞാൻ യേശുവാകുന്നു എന്ന് പറയുമ്പോൾ അവന് മനസ്സിലായി, ഈ വെളിച്ചത്തിൽ അവൻ ചോദിച്ചത് അഡോണായിയോടാണ്. അഡോണായി പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. ഹല്ലേലൂയ. ദൈവം, അത് ഒരു വലിയ ട്രാൻസിഷനായിരുന്നു. അവനെ അടിമുടി തകർത്ത് കളഞ്ഞു. 3 ദിവസത്തേക്ക് കണ്ണു കാണാതെ അവൻ്റെ ചിന്താമണ്ഡലത്തെ തകർത്ത് കളഞ്ഞു. അയ്യോ, ഞാൻ എത്ര വലിയ പാപിയാണ്. ഹല്ലേലൂയ.
കാരണം മതപാണ്ഡിത്യം കൊണ്ട്, ബുദ്ധിമണ്ഡലം നിറച്ചതുകൊണ്ട് ശരിക്കും ജീവനുള്ള ദൈവത്തെ കാണാൻ കഴിയാതെ അന്ധനായിരുന്നു താൻ അവന് മനസ്സിലായി. അവൻ്റെ ബാഹ്യ കണ്ണിൻ്റെ പടലം മാറുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ അകക്കണ്ണ് തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ അവനെ ദൈവം, യേശു അവനെ അനനിയാസിൻ്റെ മുമ്പിലേക്ക് നിർത്തി. അനനിയാസ് അവനോട് പറഞ്ഞ, സഹോദരനായ സൗലേ, കാഴ്ച പ്രാപിക്കാം. എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകി കളയുക. നീ ആ സർവശക്തനായ ദൈവത്തെ കാണാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എഴുന്നേറ്റ്, ഹല്ലേലൂയ, അവൻ്റെ നാമം വിളിച്ച് സ്നാനമേറ്റ്, കോളിങ് അപ്പോൺ ഹിസ് നെയിം ആൻഡ് ബാപ്റ്റൈസ് ഇൻ ഹിസ് നെയിം എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ പൂർണ്ണനായി പൗലോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പുതു നിയമത്തിന്റെ ശുശ്രൂഷകനായി മാറി. ഹല്ലേലൂയ. പിന്നീട് പൗലോസ് ഒരു കാലത്ത് യഹോവയെ മാത്രം പഠിപ്പിക്കുകയും യേശുവിനെ തള്ളിക്കളയുകയും ചെയ്തവൻ യേശു ക്രിസ്തു മഹാദൈവമാണ് എന്ന് പഠിപ്പിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണെന്ന് പഠിപ്പിച്ചു. യേശു ക്രിസ്തു അദൃശ്യനായ, കൊളോസ്യർ 1:15 പറഞ്ഞു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പഠിപ്പിച്ചു. ഹല്ലേലൂയ. അവൻ സകലകളുടെ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും തലയാകുന്നെന്ന് പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനിലൂടെയും അവനാലും അവന് വേണ്ടിയും സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 1:1 സൗൽ പഠിപ്പിച്ചു, ഹല്ലേലൂയ, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പഠിപ്പിച്ച അതേ പൗലോസ്, അതേ പാഠ്യം പഠിച്ച പൗലോസ്, അതേ പഠിപ്പിച്ചു വന്നിരുന്ന പൗലോസ് പറഞ്ഞു, അവനിലും അവനാലും അവന് വേണ്ടിയും സകലതും സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം 15-16 കൊളോസ്യ ലേഖനം 1:15-16. അല്ലല്ല, കൊളോസ്യർ 1:15-16. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവ്വത്തിനും മുമ്പേയുള്ളവൻ, ആമേൻ. സകലത്തിനും ആധാരമായിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ വാക്യമാണ് ഇപ്പോൾ യോഹന്നാൻ 1:3 വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 1:3 തന്നെ വായിക്കുന്നുണ്ട്. ഇനി അതിന്റെ വീണ്ടും റെഫറൻസ് ഉണ്ട് എബ്രായ ലേഖനം 1:3 വാക്യത്തിൽ. എടുക്കണ്ട, നിങ്ങളത് നോട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ പറയാണ്, ഹൂ ഈസ് ദ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. കർത്താവായ യേശു ക്രിസ്തു കാണാൻ കഴിയാത്ത ആത്മരൂപനായി സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന തേജോമയനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപമാണെന്ന് പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, ആൻഡ് ദ ഫസ്റ്റ് ബോൺ ഓഫ് എവ്രി ക്രീച്ചർ, വീണ്ടെടുക്കപ്പെട്ട സകലത്തിൻ്റെയും സാധ്യജാതനാകുന്ന വീണ്ടെടുപ്പ് പുത്രനായി അല്ലെങ്കിൽ ആയിത്തീരേണ്ടെന്ന് അവൻ സകല സൃഷ്ടികൾക്കും ആദ്യജാതനായി തീർന്നു. ആൻഡ് ഫോർ ബൈ ഹിം വെയർ ഓൾ തിങ്സ് ക്രിയേറ്റഡ് ദാറ്റ് ആർ ഇൻ ഹെവൻ. സ്വർഗത്തിലുള്ളതും സൃഷ്ടിക്കപ്പെട്ടത് എവിടത്തേക്കാണ്? സ്വർഗത്തിലെ സൃഷ്ടികളും എന്ന് വെച്ചാൽ ആരെ സൃഷ്ടിച്ചു? സ്വർഗത്തിലെ കെരൂബിംസ് ഉണ്ട്, സെറാഫിംസ് ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്. സ്വർഗത്തിലെ എല്ലാ നിർമ്മിതികളും ആര് സൃഷ്ടിച്ചു? യേശു ക്രിസ്തു, അല്ലേ? ആൻഡ് ദാറ്റ് ആർ ഇൻ എർത്ത്, ഭൂമിയിലുള്ളതെല്ലാം, അത് മൃഗങ്ങളായാലും പക്ഷികളായാലും എല്ലാം, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, കാണാൻ കഴിയുന്ന സൃഷ്ടികളും കാണാൻ കഴിയാത്ത സൃഷ്ടികളും, പിന്നെ വെദർ ദേ ബി ത്രോൺസ്, അധികാരത്തിന്റെ ഇരിപ്പിടങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, ആൻഡ് ഡൊമീനിയൻസ്, പദവികളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ആൻഡ് ഓർ പ്രിൻസിപ്പാലിറ്റീസ്, ഹല്ലേലൂയ, അധികാരത്തിന്റെ നിയമ സംവിധാനങ്ങളാകട്ടെ, ഓർ പവേഴ്സ്, അധികാരങ്ങൾ എല്ലാം ക്രിയേറ്റഡ് ബൈ ഹിം ആൻഡ് ഫോർ ഹിം, അവനാലും അവന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഉൽപ്പത്തി 1:1 സൃഷ്ടി നടത്തിയ അതേ ദൈവം തന്നെയാണ്
യേശു ക്രിസ്തു എന്ന് പൗലോസ് കൊളോസ്യ സഭയോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് 1:26 നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ, അവൻ നമ്മിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. 1:26 അങ്ങനെ പറയുന്നേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഓ ആ ക്രിസ്തു, ഏത് സകലവും ചമച്ചവൻ നിങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങളെ വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവായി ഇരിക്കുന്നവനും അതേ ദൈവം തന്നെയാണ്. Even the mystery which had been hid from the ages and from generations, but now is made manifest to his saints, to whom God would make known what is the riches of the glory of the mystery among the Gentiles, which is Christ in you, the hope of glory. Hallelujah. തേജസ്സിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെയും നിങ്ങളിലും ഉള്ളിലിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഇത് വായിച്ചു പോകാൻ എല്ലാവർക്കും കഴിയും, ഒരു ട്രിനിറ്റേറിയനും വായിച്ചു പോകാം. പക്ഷേ വായിച്ചത് എന്നിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഏകദൈവ വിശ്വാസിയായിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, എന്നെ സൃഷ്ടിച്ചവൻ, ഏദൻ പറുദീസയിൽ ആദാമിനെ ഉണ്ടാക്കിയവൻ തന്നെയാണ് എന്നെ വീണ്ടെടുക്കുവാൻ ലോകത്തിൽ വന്ന് മരിച്ചതെന്നും എന്നെ വീണ്ടെടുത്ത് ഞാൻ ജഡത്തിൽ ഇരിക്കുവോളം എനിക്ക് വേണ്ടി മധ്യസ്ഥനായി നിൽക്കുന്നവനും തന്നെയാണ് അധികാരം സ്ഥാപിക്കേണ്ടതിന്, ദാവീദിന്റെ സിംഹാസനത്തിൽ രാജാവായി വാഴേണ്ടതിന്, ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റ് ഭരിക്കുന്ന ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ എന്നുള്ള വചനം നിറവേറ്റാൻ പോകുന്നത് എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ കുറിച്ച്, ആ കർത്താവിന്റെ മന്ദിരമാണ് ഞാനും നിങ്ങളും 1 കൊരിന്ത്യർ 3:16 പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. അപ്പൊ നമുക്ക് എന്തറിവ് വേണം? ഏകദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികളായ നാം അറിയണം, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതിനെ അശുദ്ധമാക്കാൻ പാടില്ല. ഇതിനെ മറ്റൊരു പാപം ചെയ്യാൻ ഈ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഒരു പുരുഷനും അവൻ്റെ ഭാര്യയോടല്ലാതെ, ഒരു ഭാര്യയും അവൻ്റെ ഭർത്താവിനോടല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ നടത്തുമ്പോൾ വ്യഭിചാരമെന്ന ദൈവനിഷേധം, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാത്ത പാപം നാം ചെയ്യുന്നു. അതുകൊണ്ട് മദ്യപിച്ചിട്ടോ വെറുക്കൂത്തുകൾ കൊണ്ടോ ഹല്ലേലൂയ ഈ ശരീരത്തെ പാപഹേതുവാക്കിയാൽ പാടില്ല. കാരണം ഇത് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം. ഹല്ലേലൂയ. ആ ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രസാദം തോന്നി നമ്മെ തിരഞ്ഞെടുത്തു. മറിയത്തിന് യേശു ജനിക്കാൻ വേണ്ടി ആ ഗർഭപാത്രം പ്രസാദിച്ച് ദൈവത്തിന് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ആത്മസ്വരൂപനായ കർത്താവിനെ ഹൃദയത്തിൽ വഹിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയവരാണ് നമ്മൾ പ്രസാദിച്ച് കണ്ടെത്തിയതല്ല. ഹല്ലേലൂയ. ദൈവത്തിന് എന്നോടും നിങ്ങളോടും പ്രസാദം തോന്നി. അതുകൊണ്ട് നമുക്കറിയാം യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ള ചോദ്യം, ഉത്തരം അല്ലേ? ലോകത്തിന് അറിയില്ല, ഇന്നും ലോകത്തിന് അറിയില്ല യേശുക്രിസ്തു ആരാണെന്ന്. യേശുക്രിസ്തുവിനെ കുറിച്ച് എല്ലാവരും പൊതുവിൽ പറയുന്ന ഒരു കാര്യം, ഒരു നല്ല മനുഷ്യനായിരുന്നു, ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിഹാസ പുരുഷനാണ്, ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റാണ്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ പറ്റുമോ? യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ തുലനം ചെയ്യുക. എന്താ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്? ഇല്ലാത്തവനും ഉള്ളവനും എല്ലാം സമതുല്യരായിട്ട് ഒരു സംവിധാനമാണ് കമ്മ്യൂണിസം, അല്ലെങ്കിൽ വിഭാവന ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവൻ കമ്മ്യൂണിസ്റ്റാണ്, അവൻ നല്ല മനുഷ്യർക്കും നല്ല മനുഷ്യനാണ്, നല്ല തത്വചിന്തകനാണ്. അനേകർക്ക് തൃത്വത്തിലെ രണ്ടാമത്തെ ദൈവമാണ്. നമ്മളെ സംബന്ധിച്ച് തൃത്വമില്ല, രണ്ടാമത്തെ ദൈവമില്ല. നല്ല കമ്മ്യൂണിസ്റ്റ് അല്ല, നല്ല മതചിന്തകനല്ല, നല്ല ഫിലോസഫർ അല്ല, നല്ല തത്വശാസ്ത്രജ്ഞനല്ല. അവൻ നിത്യം ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന നമ്മുടെ ദൈവമാണ്. അവൻ വസിക്കുന്നത് പള്ളിമേടകളിലല്ല, അവൻ വസിക്കുന്നത് താൻ വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച തൻ്റെ മക്കളുടെ ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ. ആ മനുഷ്യരെ, തന്നെ ചുമക്കുന്ന, വഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന, നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ നിയന്ത്രിച്ച് നടത്തുന്ന അവൻ ഈ ഭൂതലത്തിലെമ്പാടും വരാനിരിക്കുന്ന കഷ്ടതയുടെ നാളുകളിൽ നമ്മെ ഇവിടുന്ന് ചേർത്ത് അവൻ്റെ സന്നിധിയിലാക്കും. ഹല്ലേലൂയ. ആ പ്രത്യാശ ഉള്ളിലുള്ളവരായ നാം എപ്പോഴും ദൈവത്തിന്, ഏകനായിരിക്കുന്ന ദൈവത്തിന്, അറിയാതെ സേവിക്കുന്ന, ഏകദൈവത്തെ സേവിക്കുന്ന ഇസ്രായേലിനേക്കാൾ ഉപരി അറിഞ്ഞ്, ആ സത്യദൈവത്തെ അറിഞ്ഞ് സേവിക്കുന്ന മഹത്വം കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ ഉത്തരവാദിത്വമുണ്ട്. അത് കളഞ്ഞു പോകുവാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് ദൈവമാണ്. ഹല്ലേലൂയ.
നാം അവനെ അറിയുന്നത് നമ്മുടെ സൃഷ്ടാവ് എന്നുള്ള നിലയിലും, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിലും, നമ്മുടെ പരിപാലകൻ എന്നുള്ള നിലയിലും, പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും വ്യാപരിക്കുന്ന ഒരേ ഒരു ദൈവമാണ് അവൻ. ഇസ്രായേൽ മക്കൾക്ക് മീതെ അഗ്നിസ്തംഭത്തിലാണെങ്കിൽ, യഹൂദ പശ്ചാത്തലത്തിൽ അവൻ ശിഷ്യന്മാരോടും ജനത്തോടും ഒപ്പമായിരുന്നെങ്കിൽ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മിൽ വസിക്കുന്ന ആത്മാവായി വസിക്കുന്ന ആ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെ നാം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉയർപ്പിക്കും. നാം ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെടുത്തും. ഇതൊരു വലിയ രഹസ്യമായിട്ടാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. ഈ വലിയ രഹസ്യത്തിൻ്റെ നാളുകൾ സമീപിച്ചിരിക്കുന്നുവെന്ന് ഈ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുകയാണ്. ലോകത്തിലെവിടെയും അശാന്തി നിറഞ്ഞു വരികയാണ്. മിഡിൽ ഈസ്റ്റ്, മധ്യപൂർവേഷ്യ മുഴുവൻ പുകയുകയാണ്. നിരന്തരം യുദ്ധസമാനമായ അന്തരീക്ഷങ്ങൾ അവിടെ ഉരുണ്ടുകൂടുകയാണ്. ഇനി വരുവാനുള്ള യുദ്ധം തിരുവെടുത്ത് പറയുന്ന പോലെ ക്ഷാമത്തിൻ്റെയും ഭൂകമ്പങ്ങളുടെയും പ്രകൃതി ശക്തികളുടെ എല്ലാ തരത്തിലുള്ള നിലവിലുള്ള സംവിധാനങ്ങളുടെ അട്ടിമറിയിലൂടെയും പകർച്ചവ്യാധികളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. അത് മഹോദ്രവ കാലമാണ്. അത് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ലോകത്തിൽ മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടാകുന്ന അപചയം, ധൂർത്ത്, ദാരിദ്ര്യം, ലൈംഗികരമായ പാപങ്ങൾ, ഒടുവിൽ വെളിപ്പെട്ടു വന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ നമ്മൾ കാണുന്നത് പോലുള്ള കാര്യങ്ങൾ, അത് അവിടെ കേന്ദ്രീകൃതമാണെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ആ ഇരുട്ടിന് മറവിലെ ഇത്തരം കാപട്യങ്ങളും വഞ്ചനകളും ചതിയും പാപവും ഏറ്റവും അധികം പെരുകിയിരിക്കുന്ന ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർക്കാൻ ഒരു രഹസ്യവരവുണ്ട്. ആ രഹസ്യവരവ് ഇന്നോ നാളെയോ സംഭവിച്ചാൽ എന്നെ കേൾക്കുന്നവരിൽ ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഉറപ്പ് എന്തായിരിക്കും? ഞാൻ അവനോട് പോകുന്നു. അവൻ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട്, നമ്മുടെ വിചാരം കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ കാഴ്ച കൊണ്ടോ കേൾവി കൊണ്ടോ നമ്മൾ ഏതെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അറിവിലോ അറിവില്ലായ്മയിലോ ഓരോ നിമിഷവും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പാപരഹിതമായി നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ച് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അവനോട് പോകാൻ വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ആ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ തിരിച്ചറിവിൽ വളരുവാൻ, ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ തിരുസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.